ഓൾ. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഷ്റൂം സൂപ്പാണ്. നമ്മൾ കെറ്റിലാണ് അത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എൻ്റെ കൂടെ 2 ഒഫീഷ്യൽ ടേസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് അവരെയും കൂടെ പരിചയപ്പെടാം. ഇതാണ് മനസ്സിലേന്റെ കുക്കിംഗ് ഞങ്ങളാണ് സഹിക്കാൻ പോകുന്നത്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് കണ്ടാലോ എങ്ങനെ ഉണ്ടാക്കാൻ പോണേന്ന്. ഞങ്ങൾ ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ചതാണ് മഷ്റൂം സൂപ്പിൻ്റെ ഒരു സാഷേ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം. ഇതൊരു ബൈ 1 ഗെറ്റ് 1 ഓഫർ ആട്ടോ. ഒരെണ്ണം മേടിച്ചാൽ നമുക്ക് 2 എണ്ണം കിട്ടും. ഓൺലി 60 റുപ്പീസ്. നല്ലൊരു ലാഭമായിട്ടുള്ള പരിപാടി. ഇപ്പോൾ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഉണ്ടാക്കി നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് വെള്ളം ഒഴിക്കാം. എത്ര വെള്ളം വേണം? 1, 2, 3 ആൾക്കാരോ ഉള്ള. അപ്പം അയ്യോ അതെടുക്കല്ലേ. എഴുതിയിരിക്കണത് 600 ml ഈ ഒരു പാക്കറ്റാണ്. നമുക്ക് അത്രയും വേണ്ടി വരുമോ എന്ന് തോന്നുന്നില്ല. നമുക്കൊരു ഹാഫ് ബോട്ടിൽ വെള്ളവും ബാക്കി പൊടിയും ഇടാം. നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു. നമുക്ക് സൂപ്പിൻ്റെ മിക്സ് ഇടാം. ഓക്കെ. Okay, let's mix together. ഇത് നമുക്കിങ്ങനെ ലംസ് ഒന്നും ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇല്ലാതെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പയ്യെ സ്റ്റൗ അല്ല കെറ്റിൽ ഓൺ ചെയ്യാം. ഇത് ഉണ്ടാക്കി കൊളായാൽ നമ്മൾ തന്നെ കഴിക്കുന്നതായിരിക്കും. വ്യൂവേഴ്സിനോട് എന്ത് പറയും? വ്യൂവേഴ്സിനോട് ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. ഞാൻ സത്യം മാത്രം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ശരി, സത്യം അതാണ് ആദ്യത്തെ സത്യം. വലിയ പ്രോ കുക്കറാണ് പോലും. എടാ എന്റെ റൂമിലുള്ളവരൊക്കെ അങ്ങനെയാ. സ്റ്റൗ ഓണാക്കാൻ അറിയാത്തത് അവളും കുക്കിംഗ് അറിയാവുന്നത് അവളും. മനസ്സിലായോ? എന്താ ചെയ്യണമെന്നറിയോ? നമുക്ക് അടുത്ത വ്ലോഗ് കെറ്റിൽ എങ്ങനെ ഓണാക്കാന്നുള്ളത് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഒരു സൂപ്പി കൺസിസ്റ്റൻസി ആവുന്ന വരെ ഇത് മിക്സ് ചെയ്യാം. ഞാനോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നാ. എന്തായാലും സൂപ്പ് ആവാൻ 3 മിനിറ്റ് എടുക്കും. അപ്പോൾ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് അഞ്ജലി ഉണ്ടാക്കി തന്നില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? കാണുമ്പോ എനിക്ക് എല്ലാം ഇഷ്ടപ്പെടാറുണ്ട്, കഴിക്കാൻ തോന്നാറുണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, പിന്നെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞു. പക്ഷെ കേക്ക് ഉണ്ടല്ലോ, അത് കണ്ടപ്പോ കഴിക്കണം. പറ, ചങ്കിനോട് വരുമ്പോ അടുത്തോട്ടം വരുമ്പോ കൊണ്ടു തരണോന്ന് പറ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഞ്ചിലത് ഉണ്ടാക്കിക്കൊണ്ട് തരണം. കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് തരണം കേട്ടോ. ഉണ്ടാക്കി തന്നിട്ടില്ലെങ്കിൽ വ്യൂവേഴ്സിനോട് ഞങ്ങൾ പറയുന്നത് ഉണ്ടാക്കി തന്നിട്ടില്ല. ഹലോ, നിന്നോട് ചോദിക്കട്ടെ എന്തെങ്കിലും. അഞ്ചിൽ ഉണ്ടാക്കി തരുന്നത് ശരിക്കും പറഞ്ഞാൽ രുചിയും ഗുണം ലുക്ക് മാത്രമല്ല, ശരിക്കും ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? മാത്രമേ ഉള്ളൂ എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഒരു 50-60 മാർക്കൊക്കെ കൊടുക്കാം. നീ വല്ല ഉണ്ടാക്കിയിട്ടുണ്ട്? വീഡിയോ ഉണ്ടാക്കി കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ഇവിടെ ഉണ്ടാക്കി തന്നിട്ട് വീട്ടിൽ പോയിട്ട് വല്ലതും ട്രൈ ചെയ്താ? വീട്ടിൽ പോയിട്ട് ലഡു ഫസ്റ്റ് വൺ മോട്ടിവേഷൻ ആയിരുന്നു. നെക്സ്റ്റ് വീഡിയോ അൻസി ചെയ്യണം എന്ന് നിനക്ക് ആഗ്രഹമുള്ള റെസിപ്പി? പായസം. നിനക്ക് അൻസി അടുത്ത് എന്ത് വീഡിയോ ചെയ്യണം? കുറച്ച് കഴിഞ്ഞിട്ട് കട്ടി. ഏതാ? ലാലേട്ടൻ സ്പെഷ്യൽ. ഏത്? ബനാന ഫ്രൈയും ഐസ്ക്രീമും കൂടി. ശരി, അത് ഭയങ്കര പൊളിയായിരിക്കും. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇല്ലേ? ഉണ്ടാക്കും. അപ്പം വേണ്ടവരൊക്കെ കമന്റ് ചെയ്യാ അല്ലേ? ചെയ്യൂലേ? നീ ഉണ്ടാക്കും, അവൾ ഉണ്ടാക്കും കേട്ടോ. അപ്പം നല്ല മണം വരുന്നുണ്ട്. ന്യൂ ഷെഫ് ഓൺ ടൗൺ. നമ്മുടെ സൂപ്പ് ഏകദേശം ആ ഒരു സൂപ്പി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും ഇതിന്റെ സ്മെല്ല് അനുഭവിക്കാൻ പറ്റാത്തോണ്ടാണ് ഗൈസ്. റിയലി ഇറ്റ്സ് അമേസിങ്. കാണാൻ കഞ്ഞിവെള്ളം പോലെ ആണെങ്കിലും ടേസ്റ്റ് എങ്ങനെയാന്ന് കഴിച്ചിട്ട് പറയാം.
അതിന് സൂപ്പിന്റെ സമയമൊക്കെ കഴിഞ്ഞത് സൂപ്പൊക്കെ ആവണം. നമ്മുടെ കൂടെ സൂപ്പ് കഴിക്കാത്തൊരു കുട്ടിയാണ് ഇത്. ഈ കുട്ടി കഴിക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം അവള് കഴിക്കാൻ പോവാണ്. ഞാൻ കൈ വെച്ചോണ്ട് അതുകൊണ്ട് ചിലപ്പോ അവള് കഴിക്കില്ല. അവൾക്ക് സ്റ്റൗ ഉണക്കാൻ അറിയില്ല ഗൈസ്. അവൾക്ക് സ്റ്റൗവിനെ നല്ലോണം ഇളക്കുവേ. ഞാൻ കുറച്ച് പറയട്ടെ. ഏത് ഫുഡ് കിട്ടിയാലും ഡബിളമാതെ അടിക്കുന്നവള് പക്ഷെ സൂപ്പ് കഴിക്കുന്നില്ല എന്ന് പറയുന്നത് പറയും. ഞാൻ കറക്റ്റ് റിവ്യൂ പറയാം, അതായത് നല്ലതാണോ. അതെ, കഴിക്കാത്ത ഒരാൾ കഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അത് റിയൽ ആണോ ഫേക്ക്. യെസ്, സുബൈ ഞാൻ നിങ്ങളെ പറ്റിക്കും. നല്ല തിളച്ചോണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാറായി. ശരി, മണമുണ്ട്. ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. അപ്പോഴേക്ക് നല്ലൊരു കട്ടിയായിട്ട് വന്നിട്ട് അപ്പൊ നമുക്ക് കഴിക്കാറായി എന്നാണ് അതിന്റെ അർത്ഥം. മൂടി വെക്കാം. അപ്പോൾ നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ് സൂപ്പ്. ഇനി അതൊരു എത്ര സമയം വേണ്ടി വരും? ഒരു 3 മിനിറ്റ്. അതൊന്ന് തണുത്ത് നല്ല കട്ടിയായിട്ട് വരും. അപ്പൊ നമുക്ക് കഴിക്കാറാവും. ഓക്കെ, ഓക്കെ. ആർ യു എക്സൈറ്റഡ്? ആർ യു എക്സൈറ്റഡ്? യെസ്, സ്പൂൺ തരും. ജസ്റ്റ് 1 സ്പൂൺ മാത്രമേ. ഇവര് സൂപ്പ് കഴിക്കാത്തവരാ. അപ്പൊ 2 പേര് എക്സ്ട്രാ കയറി വന്നു. നമ്മള് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. അതിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കേണ്ടതാണ്. ഷെഫ്, നീ വേണം. നമുക്ക് തുറന്ന് നോക്കാം. ഏകദേശം കട്ടിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ആയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ക്ഷമയെല്ലാം നശിച്ചു ഗൈസ്. നമുക്ക് കഴിച്ചേ മതിയാവുള്ളൂ. ഇവിടെ ഓരോരുത്തരും ഇവിടെ അടി തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് കഴിക്കാം. ഞങ്ങൾ അടിയൊന്നും ഉണ്ടാക്കിയില്ല ഗൈസ്. 2 സ്പൂൺ കോരി നമ്മൾ അടി ഉണ്ടാക്കിയില്ല ഗൈസ്. അവള് കൈ നിട്ടതാണ് ഗൈസ്. നമുക്ക് സെർവ് ചെയ്താലോ? യെസ്. ഈശ്വര ഭഗവാനെ, ഫുള്ള് നോക്കാണല്ലോടാ. നമ്മുടെ സൂപ്പർ റെഡി ആയിട്ടുണ്ട്. പാല് റെഡി. ആരാ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ വരുന്നത്? ഞാൻ എന്നാ അവള് ആദ്യം ചെയ്യട്ടെ. ചൂടല്ലേ? അവൾക്കത് സ്പൂൺ കൊടുത്ത് മാറ്റിയിരുത്ത് നാളെ കുടിക്കുമായിരിക്കും. കൊള്ളാം. Okay, next. Super അല്ലേ? ഞാൻ മാസ്റ്റർ ഷെഫ് അവസാനം വന്നെനിക്ക് 2 സ്പൂൺ കിട്ടി. അടുക്ക് വന്നിട്ട് നല്ല പരിചയമുള്ള എന്തോ ഒരു ടേസ്റ്റ്. കുഴപ്പമില്ല, നല്ല സൂപ്പ് നല്ല. ഇനി ഞാനും പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു. കഞ്ഞിവെള്ളത്തിനകത്ത് എന്തൊക്കെ ഇട്ട് കളക്കിയോ. അപ്പൊ ഇന്നാണെങ്കിൽ ഞങ്ങള് ഭയങ്കര ടയേർഡാണ്. നമ്മുടെ യൂണിയൻ, ഞങ്ങളുടെ ബാച്ച് യൂണിയൻ കയറുന്ന ദിവസമായിരുന്നു. ഞങ്ങളുടെ യൂണിയന്റെ പേരെന്താ? ഇതിഹ. അപ്പൊ ഇതിഹ പുതിയ ഇതിഹാസം സൃഷ്ടിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ കുറെ സാരി ഒക്കെ എടുത്തിട്ട് കുറെ റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് നിങ്ങോട്ട് വരുമോ? ഇപ്പൊ കുറെ റീൽസും ട്രാൻസിഷൻ വീഡിയോ എല്ലാം ഞങ്ങൾ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഒക്കെ അപ്പം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യില്ലേ? ചെയ്യും. അങ്ങനെ ബൈ.